മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. സൗദിയിലെ റിയാദിലുള്ള US എംബസിയിലേക്കുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കെട്ടിടത്തിന് തീപിടിച്ചു. ആളപായമില്ല. 2 ഡ്രോണുകളും നേരിട്ട് പതിച്ചതിന് പിന്നാലെ സൗദിയിലെ കോൺസുലർ സേവനങ്ങൾ US റദ്ദാക്കി. ജീവനക്കാരോട് വീടുകളിൽ കഴിയാനാണ് നിർദ്ദേശം. 10 ഡ്രോണുകളാണ് ഇന്ന് റിയാദിലെത്തിയത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലെ US എംബസി ഇറാൻ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചത്. 2 എണ്ണം നേരിട്ട് പതിച്ചതോടെ സ്ഫോടനമുണ്ടായി. കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു. തീ അണച്ചിട്ടുണ്ട്. ആകെ 4 ഡ്രോണുകളാണ് ഇവിടേക്കെത്തിയത്. ഇതിൽ 2 എണ്ണം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. ഇതിനു പുറമെ അൽഖർച്ചിലെ US സൈനികരുള്ള പ്രിൻസ് സൽമാൻ വ്യോമത്താവളത്തിന് നേരെയും ആക്രമണ ശ്രമം വീണ്ടും നടന്നു. 6 ഡ്രോണുകളും ആകാശത്ത് വെച്ച് തകർത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ റിയാദ്, ജിദ്ദ, ദഹ്റാൻ എന്നിങ്ങനെ US നയതന്ത്ര കാര്യാലയങ്ങളിലെ സേവനങ്ങൾ ഇന്ന് റദ്ദാക്കി. US ജീവനക്കാരോട് വീടുകളിൽ തുടരാനാണ് നിർദ്ദേശം. അനിവാര്യമല്ലാത്തവർ നാട്ടിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദിയിലെ ഏറ്റവും സുരക്ഷാ മേഖലയാണ് ഇന്ന് ആക്രമണം നടന്ന ലോകത്തിലെ വിവിധ എംബസികൾ നിലകൊള്ളുന്ന ഡിപ്ലോമാറ്റിക് കോർട്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.